ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 8ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ ബിഗ് ബോസ് ഹൗസിലെ 15 കണ്ടസ്റ്റൻസിൽ ഏകദേശം 11 കണ്ടസ്റ്റൻസും ഉൾപ്പെട്ടിട്ടുള്ള ഒരു നോമിനേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വോട്ടിങ്ങിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും വമ്പൻ അട്ടിമറികളും കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് കൂടുതൽ എളുപ്പം ഈ പറയുന്ന നോമിനേഷനിൽ ഉൾപ്പെടാത്ത കണ്ടസ്റ്റൻസിനെ പറയുന്നതായിരിക്കും. ഈ ഒരു നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിൽ ഒന്ന് നമ്മുടെ നേവിനാണ്. പുള്ളിക്കാരൻ ഇതിൽ നിന്ന് സേവ് ആയിട്ടുണ്ട്. നമ്മുടെ അനുമോൾ ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ഒണിയൽ സാബു നോമിനേഷനിൽ വന്നിട്ടില്ല. പിന്നീട് നമ്മുടെ നൂറ, ഒരു പ്രത്യേക അധികാരം കിട്ടിയ നമ്മുടെ നൂറയും ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നോമിനേഷൻ ലിസ്റ്റിൽ വന്ന കണ്ടസ്റ്റൻസ് അക്ബറാണ്. അക്ബർ നേരിട്ട് നോമിനേഷനിലേക്ക് എത്തുകയായിരുന്നു. അതായത് നൂറ നോമിനേറ്റ് ചെയ്ത് നേരിട്ട് അക്ബർ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നു. അടുത്തതായിട്ട് ആദിലക്ക് 2 വോട്ടുകളാണ് കിട്ടിയത്. അഭിലാഷിനും 2 വോട്ട് കിട്ടി. ആര്യനും അതുപോലെ തന്നെ 2 വോട്ടുകളാണ് കിട്ടിയത്. ഷിസൈലിനും 2 വോട്ടുകളാണ് കിട്ടിയത്. സാബുമാനും ഈ പറയുന്ന പോലെ 2 വോട്ടുകളായിരുന്നു. ഷാനവാസിനും 2 വോട്ടുകളാണ് കിട്ടിയത്. നമ്മുടെ വേദലക്ഷ്മി 3 വോട്ടുകളുമായിട്ടാണ് നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നത്. ബിന്നി സെബാസ്റ്റ്യന് 3 വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അനീഷിന് 4 വോട്ട് കിട്ടി. നമ്മുടെ ജെഷിൻ മോഹന് 5 വോട്ടുകളും ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു നോമിനേഷനിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. ഷാനവാസും അനീഷൊക്കെ ഒരുമിച്ച് വരുന്നൊരു നോമിനേഷനാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാവശ്യം സേവായി പോരൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അനീഷിനും ഷാനവാസിനൊക്കെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാകും. പിന്നീട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന നമ്മുടെ വേദലക്ഷ്മി ആയാലും അല്ലെങ്കിൽ ആദില ആയാലും ഇവരൊക്കെ ഉള്ളപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിന്, അതായത് അഭിലാഷ്, ആര്യൻ, ജിഷിൻ, ബിന്നി സെബാസ്റ്റ്യൻ എന്നീ കണ്ടസ്റ്റൻസിന് ഈ പ്രാവശ്യം സേവായി പോരലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ പ്രാവശ്യം 8ാം ആഴ്ച ആയിട്ടുണ്ട്. ബിഗ് ബോസ് ഏകദേശം 52 ഡേയ്സ് ബിഗ് ബോസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം പകുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനി ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും അധികം കോണ്ടന്റുകൾ കൊടുക്കുന്ന മത്സരാർത്ഥികൾ മാത്രം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് നമ്മളെല്ലാവരും നോക്കണം. ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ കോണ്ടന്റുകളും അവരുടെ ഗെയിമൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു 8ാം ആഴ്ചയിലെ നോമിനേഷനിൽ നിങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്